നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഊർജ പ്ലാന്റുകൾ ആക്രമിക്കും, എണ്ണ കേന്ദ്രങ്ങൾ തകർക്കും, സാമ്പത്തിക കേന്ദ്രങ്ങൾ താറുമാറാക്കും. ഈ വെല്ലുവിളിയിൽ നിന്ന് അണ്വായുധം പ്രയോഗിക്കും എന്ന കടുത്ത വെല്ലുവിളിയിലേക്ക്, ലോകരാജ്യങ്ങളെ വിറപ്പിക്കുന്ന വെല്ലുവിളിയിലേക്ക് ഇറാൻ കടന്നിരിക്കുന്നു. ഇസ്രയേൽ ഭയക്കുന്നത് എന്താണോ അത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ഇറാനിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന കൊലവിളി അതാണ് ലോകത്തെ നടുക്കുന്നത്. ഞങ്ങൾ അണ്വായുധം പ്രയോഗിക്കും, ഞങ്ങളുടെ മണ്ണിലേക്ക് അമേരിക്കൻ സൈന്യം അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചാൽ അണ്വായുധം പ്രയോഗിക്കുന്ന നിലയിലേക്ക് ഞങ്ങൾ എത്തും എന്നുള്ള കടുത്ത മുന്നറിയിപ്പ് ഇറാനിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നു. ഇതുവരെ ഇസ്രയേൽ എന്തിനായിരുന്നു ഇറാനെ ആക്രമിച്ചുകൊണ്ടിരുന്നത്? ഒരു കാലത്തും ഇറാൻ ആണവ രാഷ്ട്രമാകരുത്. അതിനുവേണ്ടിയായിരുന്നു ഇസ്രയേൽ നിരന്തരം ഇറാന് മേൽ പ്രഹരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇറാനിൽ നിന്ന് ഇങ്ങനെ ഒരു വെല്ലുവിളി വരുമ്പോൾ അത് നിസ്സാരമല്ല എന്ന് ഇസ്രയേൽ ഭയക്കുന്നുണ്ട്. അമേരിക്ക ഇത് വെറും വെല്ലുവിളി മാത്രമാണെന്ന് തള്ളിക്കളയുമ്പോൾ ഇസ്രയേൽ ഇതിനെ വെറുതെ നിസ്സാരമായി തള്ളിക്കളയാൻ തയ്യാറല്ല. അതിശക്തമായ രഹസ്യാന്വേഷണങ്ങളിലേക്ക് മൊസാദ് ഇറങ്ങിയിരിക്കുകയാണ്. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ഇറാൻ ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തണമെങ്കിൽ ഒന്നുകിൽ അവർ ആണവായുധങ്ങൾ തയ്യാറാക്കിയിരിക്കണം, അല്ലെങ്കിൽ ആണവായുധ പരീക്ഷണത്തിൻ്റെ ഏറ്റവും അടുക്കലെത്തിയിരിക്കണം ഇറാൻ. ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് തന്നെ ആയിരിക്കാം ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്താൻ ഇറാനെ പ്രേരിപ്പിച്ചത് എന്ന് ഇസ്രയേൽ കണക്ക് കൂട്ടുന്നുണ്ട്. ഇസ്രയേൽ മുൻപ് തന്നെ ഭയപ്പെട്ടിരുന്നു ഇറാൻ ഈ പറയുന്ന ആണവായുധ പരീക്ഷണങ്ങൾക്കടുത്തെത്തിയോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയായിരുന്നു ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരെ ഒക്കെ നിരന്തരം ഇസ്രയേൽ കൊലപ്പെടുത്തിക്കൊണ്ടിരുന്നതും. എന്നാൽ അത്ര എളുപ്പം ഈ പറയുന്ന 1-2 ദിവസത്തിനുള്ളിൽ ഒരു അണ്വായുധം തയ്യാറാക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് ഇറാൻ വെല്ലുവിളിക്കുമ്പോൾ ഏകദേശം അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഇറാന് മറ്റാരുടെയെങ്കിലും സഹായം ഉണ്ടോ എന്നും ഇസ്രയേൽ ഭയക്കുന്നുണ്ട്. കാരണം ഇറാനിൽ ഇപ്പോൾ ആണവ പരീക്ഷണം നടത്താൻ കെൽപ്പുള്ള ആരാണുള്ളത്? കാരണം എല്ലാ ശാസ്ത്രജ്ഞരെയും ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നിട്ട് നിന്നിരുന്ന എല്ലാവരുടെയും തല കൊയ്തിട്ടുണ്ട് ഇസ്രയേൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ആണവ പരീക്ഷണങ്ങൾ അവർ മുൻപ് തന്നെ നടപ്പാക്കിയിരിക്കും. അതായത് സമ്പുഷ്ടീകരിച്ച അന്ന് കാണാതെ പോയ ആ യുറേനിയം ഉപയോഗിച്ച് അവർ അണ്വായുധങ്ങൾ തയ്യാറാക്കിയിരിക്കാം എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ഇസ്രയേലിന് വന്നിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ അതിശക്തമായ നീക്കത്തിലേക്ക് ഇസ്രയേൽ കടക്കാൻ പോകുകയാണ്. അമേരിക്ക കുറച്ചധികം ദിവസങ്ങളായി കരയുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നുണ്ട്. എന്നാൽ അമേരിക്കയോട് ഇപ്പോൾ ഇറാൻ വെല്ലുവിളി നടത്തിയിരിക്കുന്നത് 10 ലക്ഷം സൈനികരുമായി ഞങ്ങൾ ഇവിടെ കാത്തിരിപ്പുണ്ട്, ഇറാന്റെ മണ്ണിൽ കാലുകുത്തി നോക്കൂ എന്നാണ് അമേരിക്ക വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. ഒരു കരയുദ്ധവുമായി ആ ഒരു നീക്കത്തിലേക്കാണ് അമേരിക്ക കടക്കുന്നതെങ്കിൽ അത്ര എളുപ്പമാകില്ല കാര്യങ്ങൾ. കാരണം ഇറാന്റെ ഭാഗം അതിശക്തമാണ്. അവർക്ക് 10 ലക്ഷത്തോളം സൈനികരുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പറയുന്ന ഇറാന്റെ മണ്ണ് അത് പാരിസ്ഥിതികമായി നോക്കുകയാണെങ്കിൽ പൂർണ്ണമായും ഇറാൻ അനുകൂലമാണ്. വെനസ്വേലയിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതുപോലെ അത്ര എളുപ്പമല്ല അമേരിക്കയ്ക്ക് ഇറാനിലേക്ക് ചെല്ലുമ്പോൾ. ഇറാന്റെ ഒരു പാരിസ്ഥിതിക അവസ്ഥ അത് ഒരു തരത്തിലും അമേരിക്കൻ സൈന്യത്തിന് പൊരുത്തപ്പെടാൻ പറ്റുന്നതല്ല. മലമടക്കുകളിലും പർവ്വതങ്ങൾക്കടിയിലും ഇരുന്നു കൊണ്ട് ഇറാൻ ഗറില്ല യുദ്ധങ്ങൾ വരെ നടത്തിയേക്കും. ഇതിനെ നേരിടാൻ അമേരിക്കൻ സൈന്യത്തിന് അത്ര കണ്ട് എളുപ്പമല്ല. അതുമാത്രമല്ല, വലിയ സമ്പത്ത് അമേരിക്കയ്ക്ക് ചെലവഴിക്കേണ്ടി വരും ഈ പറയുന്ന ഇറാനിലേക്ക് ഒരു കരയുദ്ധം തുടങ്ങി വെക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് എന്നോണമാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, 10 ലക്ഷം സൈന്യവുമായി ഞങ്ങൾ കാത്തിരിപ്പുണ്ട്, വന്ന് കേറിക്കോളൂ എന്നാണ്. ഇറാനും ആഗ്രഹിക്കുന്നത് ഒരു കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകണമെന്നാണ്. കാരണം മിസൈൽ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാന്റെ. വ്യോമാക്രമണം ഇനി അത്ര കണ്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ ഇറാന് കഴിയില്ല. അവരുടെ ആയുധങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ കരയുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുത്താൽ അതിശക്തമായ ആക്രമണങ്ങൾ നടത്താൻ തങ്ങൾക്ക് കഴിയും എന്നാണ് ഇറാന്റെ വെല്ലുവിളി. മേഖലയിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇറാന്റെ പുതിയ നീക്കങ്ങൾ. കാർഗ് ദ്വീപടക്കം പിടിച്ചെടുക്കാൻ വേണ്ടി അമേരിക്ക തയ്യാറെടുക്കുമെന്ന മുന്നറിയിപ്പുകൾക്കിടെയാണ് ഇറാനും നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. യുഎസിന്റെ ഭാഗത്ത് നിന്ന് കരമാർഗമുള്ള ഏതൊരു സൈനിക നീക്കം ഉണ്ടായാലും നിലവിലുള്ള ആണവ നയത്തിൽ മാറ്റം വരുത്താൻ തങ്ങൾ നിർബന്ധിതരാകുമെന്ന് ഇറാൻ അധികൃതർ വ്യക്തമാക്കി. രാജ്യം കടുത്ത ഭീഷണി നേരിട്ടാൽ നിലനിൽപ്പിനായി എന്ത് മാർഗവും സ്വീകരിക്കുമെന്നാണ് ഇറാന്റെ നിലപാട്. ഇക്കാര്യം ആയത്തുള്ള അലി ഖമനേയിയുടെ വിശ്വസ്തരും സൈനിക വക്താക്കളുമാണ്
ഇക്കാര്യം വിദേശ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. തങ്ങളുടെ മണ്ണിലേക്ക് അമേരിക്കൻ സൈന്യം അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചാൽ ആണവായുധം നിർമ്മിക്കുമെന്നും അത് പ്രയോഗിക്കാൻ മടിക്കില്ലെന്നുമാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അധിനിവേശമുണ്ടായാൽ പ്രതിരോധിക്കാൻ 10 ലക്ഷത്തോളം വരുന്ന പോരാളികൾ സജ്ജമാണെന്നും ഇറാൻ ഭരണകൂടം അവകാശപ്പെട്ടു. ആയത്തുള്ള അലി ഖമനേയിയുടെ മരണത്തിന് പിന്നാലെ അധികാരമുറപ്പിച്ച വിപ്ലവ ഗാർഡിലെ തീവ്ര നിലപാടുകാരാണ് ആണവ നയത്തിൽ മാറ്റം വരുത്താൻ തങ്ങൾ തയ്യാറെടുക്കുന്നു എന്ന് വ്യക്തമാക്കുന്നത്. ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിന്മാറുന്നതിനെക്കുറിച്ച് ഇറാൻ ആലോചിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. നിലനിൽപ്പിനായി എന്ത് മാർഗവും സ്വീകരിക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം മേഖലയെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കുകയാണ്. ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ആശങ്കകൾ അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ തങ്ങൾ ആണവായുധം നിർമ്മിച്ചിട്ടില്ലെന്നും രാജ്യം അപകടത്തിലാകുന്ന ഘട്ടമുണ്ടായാൽ നയപരമായ മാറ്റമുണ്ടാകുമെന്നും ഇറാൻ ആവർത്തിക്കുന്നു. അമേരിക്കയുടെ പുതിയ നീക്കങ്ങളെ പ്രതിരോധിക്കാനാണ് ഇറാൻ ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. സംഭവത്തിൽ അമേരിക്കയോ സഖ്യകക്ഷികളോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിൽ ഇറാൻ ആണവായുധം പ്രയോഗിച്ച് അമേരിക്കയോട് പകരം വീട്ടണമെന്ന് ഇറാനിലെ തീവ്ര വിഭാഗക്കാരുടെ നിലപാട്. ഇതോടെ ഇറാൻ ഡേർട്ടി ബോംബ് പ്രയോഗിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഇറാന്റെ പക്കൽ ഇപ്പോഴും ആണവായുധം നിർമ്മിക്കാനുള്ള 400 കിലോഗ്രാം യുറേനിയം ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഇത് 60% മാത്രം സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ്. ഒരാണവ സ്ഫോടനം ഉണ്ടാക്കുന്ന ഫിഷൻ പ്രക്രിയ നടത്തണമെങ്കിൽ യുറേനിയം 90% സമ്പുഷ്ടീകരിച്ച യുറേനിയം ആവശ്യമാണ്. അതുകൊണ്ട് അവർക്ക് ആണവായുധം നിർമ്മിക്കാൻ കഴിയില്ല എന്ന് അമേരിക്ക പറയുന്നുണ്ടെങ്കിലും പക്ഷേ അത് മുഖവിലക്കെടുക്കാൻ ഇസ്രയേൽ തയ്യാറായിട്ടില്ല. ഇറാൻ ഒരു ആണവ രാഷ്ട്രമാകണമെന്ന് ആഗ്രഹിച്ചാൽ അതിനെ അവരെ സഹായിക്കാൻ മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് റഷ്യ, ഉത്തര കൊറിയ പോലെയുള്ള രാജ്യങ്ങൾ ഒരു മടിയും കാണിക്കില്ല. ഇതിനോടകം തന്നെ ഇറാൻ ആണവ ആയുധങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് എന്നാണ് ഇസ്രയേൽ ഇപ്പോൾ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ടെഹ്റാനിലെ പല മേഖലകളിലേക്ക് ഇപ്പോൾ മൊസാദ് അവരുടെ ചാരന്മാരെ അയച്ചിരിക്കുന്നു എന്നുള്ള ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഹോർമുസിൽ യുദ്ധം കടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹോർമുസ് പിടിച്ചെടുക്കുന്ന ഒരു നീക്കത്തിലേക്കും ഇറാന്റെ കൈവശമുള്ള കാർഗ് കൈവശപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലേക്കുമാണ് അമേരിക്ക ഇപ്പോൾ സൈനിക നടപടികൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെ ഇറാനും എന്തിനും തയ്യാറായി ഞങ്ങൾ നിൽക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. കാർഗ് ദ്വീപിൽ കുഴിബോംബുകൾ സ്ഥാപിച്ചും പ്രതിരോധം തീർത്തും ഇറാൻ ഇപ്പോൾ എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കുകയാണ്. ഇത് മാത്രമല്ല, മേഖലയിൽ അതിർത്തിയുടെ പല ഭാഗങ്ങളിലേക്ക് സൈന്യത്തെ വിന്യസിച്ചിരിക്കുകയാണ്. എന്നാൽ ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ തകർക്കുമെന്ന ഭീഷണിയിൽ ട്രംപ് 10 ദിവസത്തെ സാവകാശം കൂടി നൽകിയിരിക്കുകയാണ്. ഏപ്രിൽ 6 വരെയാണ് പുതിയ കാലാവധി. ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും എന്നാൽ ഒത്തുതീർപ്പിന് ഇറാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനിടെ 5000-ഓളം വരുന്ന അധിക സൈനികരെ അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് അയച്ചിട്ടുമുണ്ട്. അമേരിക്ക മുന്നോട്ട് വെച്ച 15 ഇന സമാധാന കരാർ ഇറാൻ തള്ളിയിരിക്കുകയാണ്. ആണവ പദ്ധതികൾ പൂർണ്ണമായും ഉപേക്ഷിക്കുക, ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് ഇറാന്റെ മറുപടി. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ നീക്കം ചെയ്യണമെന്നും ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്നുമാണ് ഇറാന്റെ മറുപടി. ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതോടെ പശ്ചിമേഷ്യയിൽ ഒരു പൂർണ്ണ തോതിലുള്ള കരയുദ്ധത്തിന് സാധ്യതയേറുകയാണ്. ഒരു വഴിക്കൂടെ യുദ്ധം കൊണ്ടുപോകുമ്പോൾ മറ്റൊരു വഴിക്കൂടെ ചില വിട്ടുവീഴ്ചകൾക്കും ട്രംപ് തയ്യാറാകുന്നുണ്ട്. അതുതന്നെയാണ് ഈ 10 ദിവസത്തേക്ക് താൽക്കാലികമായി ഊർജ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നിർത്തിവെച്ചിരിക്കുന്നത്. ടെഹ്റാനുമായുള്ള ചർച്ചകൾ വളരെ നന്നായി നടക്കുന്നുണ്ടെന്നും ട്രംപ് പ്രതികരിച്ചു. ഇറാൻ ഗവൺമെന്റിന്റെ അഭ്യർത്ഥന പ്രകാരം 2026 ഏപ്രിൽ 6 വരെ ഊർജ പ്ലാന്റ് നശിപ്പിക്കുന്നത് താൽക്കാലികമായി നിർത്തുന്നു. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാജ വാർത്താ മാധ്യമങ്ങളും മറ്റുള്ളവരും തെറ്റായ പ്രസ്താവനകൾ നടത്തിയിട്ടും അവ വളരെ നന്നായി നടക്കുന്നുവെന്ന് ട്രൂത്ത് സോഷ്യലിൽ ഡൊണാൾഡ് ട്രംപ് കുറിച്ചു. പേർഷ്യൻ ഭൂപ്രദേശത്ത് അമേരിക്ക കരയാക്രമണം നടത്തിയാൽ സൂയസ് കനാൽ വഴിയുള്ള ഏഷ്യ യൂറോപ്പ് ചരക്ക് നീക്കത്തിന്റെ പ്രധാന കവാടമായ ബാബൽ മന്ദബ് കടലിടുക്കിലേക്ക് സൈനിക നീക്കം നടത്തുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന്റെ ദ്വീപുകളിലോ മറ്റു പ്രദേശങ്ങളിലോ ഏതെങ്കിലും തരത്തിലുള്ള കരയാക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാനായി അപ്രതീക്ഷിത യുദ്ധമുഖങ്ങൾ തുറക്കുമെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചത്. അതായത് തങ്ങളുടെ രാജ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകും, ആരെയും കൊന്നൊടുക്കും എന്നുള്ള ഒരു വെല്ലുവിളിയൊക്കെയാണ് ഇറാൻ നടത്തുന്നത്. എന്നാൽ
ഞങ്ങളെ പൂർണ്ണ തോതിലുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇറാൻ നയിക്കരുത്, അത് ഇറാന്റെ നാശത്തിനായിരിക്കുമെന്ന് അമേരിക്ക തിരിച്ചടിക്കുന്നു. 10 എണ്ണ ടാങ്കറുകൾ ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകാൻ അനുവദിച്ചത് ഒരു സമ്മാനമാണെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. 10 എണ്ണ ടാങ്കറുകൾ കടന്നു പോകാൻ അനുവദിച്ചതിന് പിന്നാലെയായിരുന്നു 10 ദിവസത്തേക്ക് വെടിനിർത്തൽ നീട്ടിയതും. ഇതിനിടെ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നിയമനിർമ്മാണത്തിന് ഇറാൻ പാർലമെന്റ് തുടക്കമിട്ടിരിക്കുകയാണ്. മേഖലയുടെ സുരക്ഷ തങ്ങൾ ഉറപ്പാക്കുന്നതിനാൽ ടോൾ ഈടാക്കുന്നത് സ്വാഭാവികമാണെന്നാണ് ഇറാന്റെ നിലപാട്. യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ വഴി അമേരിക്ക മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങൾ തള്ളിയ ഇറാൻ പകരം 5 നിബന്ധന മുന്നോട്ട് വെച്ചതായി റിപ്പോർട്ടുമുണ്ട്. ചർച്ചകൾക്കായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിലേക്ക് പോയേക്കും എന്ന റിപ്പോർട്ടുകളും ഉണ്ട്. എന്നാൽ ഇറാനെതിരെയുള്ള ആക്രമണം ശക്തമായി തുടരുമെന്നും ഇറാന്റെ നാവിക ആസ്തികൾ പൂർണ്ണമായും തകർക്കുമെന്നുമാണ് ഇസ്രയേലിന്റെ ഭീഷണി. ഒരു വഴിക്കൂടെ അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത് ഇറാനെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയിട്ടാണ് ചില മധ്യസ്ഥ ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നതും. എന്നാൽ ഇതിനോടൊന്നും അടുക്കാത്ത നിലപാടാണ് ഇസ്രയേൽ സ്വീകരിക്കുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ മണ്ണിൽ നിന്ന് ഒരു ആണവ ഭീഷണി കൂടി വന്ന സാഹചര്യത്തിൽ അവരുടെ നാവിൻ തുമ്പിൽ നിന്ന് ഞങ്ങൾ അണ്വായുധം പ്രയോഗിക്കും എന്നുള്ള വാക്ക് വന്നതിനെ നിസ്സാരവൽക്കരിക്കാൻ ഇസ്രയേൽ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു വഴിക്കൂടെ ശക്തമായ പ്രഹരമാണ് ഇസ്രയേൽ ഇറാന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ പല മേഖലകളിലേക്കും തുടരെ ഇസ്രയേലിന്റെ ആക്രമണങ്ങളാണ്. ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ നോക്കിയാണ് ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾക്കും അതുപോലെ തന്നെ ഭൂമിക്കടിയിലുള്ള പർവ്വതങ്ങൾക്കിടയിലൊക്കെ ഒളിപ്പിച്ചിട്ടുള്ള ആണവ കേന്ദ്രങ്ങൾ തപ്പിപ്പിടിച്ച് അവിടം ആക്രമിക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്കും ഇപ്പോൾ ഇസ്രയേൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഇറാനെ പൂർണ്ണമായും മുച്ചൂടുമില്ലാതാക്കുക എന്നുള്ളതാണ്. ഇറാൻ എന്ന ഭൂമി, ആ ഒരു രാജ്യം ഇനി ജൂതരാഷ്ട്രത്തിന് ഒരു വെല്ലുവിളിയാകുന്നില്ല എന്നുറപ്പാക്കുന്ന ഒരു ആക്രമണത്തിലേക്ക്, യുദ്ധത്തിലേക്കാണ് ഇസ്രയേൽ കടന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.